നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ എറണാകുളം ചേരാനെല്ലൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം 4ാം ദിവസമായിട്ടോ. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഭക്തർക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഫർമേഷനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ദീപ, എന്താ ദീപക്ക് പറയാനുള്ള? നമസ്കാരം. ഇവിടെ ഉത്സവം 2-3 ദിവസമായിട്ട് നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണുന്നുണ്ട് പുതിയ ആൾക്കാർ നമ്മുടെ ദേവിയുടെ ദർശനത്തിനായിട്ട് ആദ്യമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണല്ലോ ആദ്യമായിട്ടൊരു ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ നന്നായിട്ടൊക്കെ ഒരുങ്ങി അങ്ങനെയൊക്കെയാണല്ലോ വരാം. നല്ല മുല്ലപ്പൂ ചൂടി പിന്നെ ദേവിക്ക് അല്ലെങ്കിൽ ദേവനോ സമർപ്പിക്കാനായിട്ട് വാസന പുഷ്പങ്ങളും ദ്രവ്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പോവുക. അവിടെ അവർ കയറാൻ പോകുമ്പോൾ നാട്ടിലുള്ള കുറച്ച് പേരായാലും ഒക്കെ പറഞ്ഞു അവിടെ മുല്ലപ്പൂ ചൂടിയിട്ട് അകത്തേക്ക് പ്രവേശനമില്ല എന്നാണ് അമ്പലത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് മുല്ലപ്പൂ അഴിച്ചു മാറ്റാൻ പറഞ്ഞാൽ അതൊരു വിഷമം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സങ്കടപ്പെടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇവിടുത്തെ ദേവി ഇവിടെ കല്യാണം മുടങ്ങിയ ഒരു സങ്കല്പമാണ് ഇവിടെയുള്ളത്. കന്യക രൂപത്തിലാണ് ഇവിടെ വാഴുന്നത്. അപ്പോൾ വാസനാ പുഷ്പങ്ങളായാലും ദ്രവ്യങ്ങളായാലും അതൊക്കെ ത്യജിച്ച് സങ്കല്പമുള്ളൊരു ദേവിയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ മുല്ലപ്പൂവൊന്നും ചൂടിയിട്ട് കയറുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അകനാലമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ അതൊന്ന് അഴിച്ച് മുല്ലപ്പൂ ഒന്ന് അഴിച്ച് പുറത്ത് വെച്ച് അല്ലെങ്കിൽ ഇനി വാസന ദ്രവ്യങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുഷ്പങ്ങളുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്കകത്ത് ദേവി ദർശനം ചെയ്യാം, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക, സന്തോഷമായിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി ഈ വാസന പുഷ്പങ്ങളോ ദ്രവ്യങ്ങളോ ഒക്കെ അവിടെ മാറ്റി വെച്ചത് വിഷ്ണുവിൻ്റെ നടയിലോ ഗണപതിയുടെ നടയിലൊക്കെ സമർപ്പിക്കാം. അപ്പൊ അതിൽ നിങ്ങൾ സങ്കടപ്പെടരുത് എന്ന് പറയാനാണ്. അതിന് പ്രത്യേകമായിട്ട് മഞ്ഞൾപ്പൊടി, കുങ്കുമം, ചന്ദനത്തിരി, റോസ് പോലത്തെ മുല്ലപ്പൂ പോലത്തെ പുഷ്പങ്ങള്, അതേപോലെ തന്നെ രാമതുളസി, ഇതൊന്നും തന്നെ അകത്ത് പൂജയ്ക്ക് ചെത്തിയും മാത്രമല്ല. അത് പതിയെ താമരയും നന്ദിയാവട്ടവും ഒക്കെ തുടങ്ങി. അതിന്റെ കാലഘട്ടത്തിന്റെ മാറ്റം. പക്ഷെ ഇതുവരെ ഇവിടെ വാസന പുഷ്പങ്ങൾ ചൂടിയിട്ട് നമ്മളാരും അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ വന്നിട്ട് എന്താ പറയുക, നിങ്ങൾ സന്തോഷമായിട്ട് ദേവി ദർശനം ചെയ്തിട്ട് പോകണം എന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് 4 വിളക്കാണ്. ഇന്ന് കൊടിപ്പുറത്തെ വിളക്കെന്നാ പറയാ. ഉത്സവത്തിന്റെ ആദ്യത്തെ വിളക്കാചാരമുള്ള ദിവസമാണ് 4ാം ഉത്സവത്തിൽ. അപ്പൊ അത് തൊഴാന്ന് പറഞ്ഞാൽ ആനക്കഴുത്തിൽ ദേവിയെ കാണാൻ പറഞ്ഞാൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അപ്പൊ സാധിക്കുന്നവരൊക്കെ വരിക, തൊഴ. അതേപോലെ തന്നെ ഒരു കൊല്ലത്തില് 2 പ്രാവശ്യം മാത്രമാണ് നമ്മുടെ തെടമ്പ് അമ്പലത്തിന്റെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. അതിലൊരു ദിവസം ഇന്നാണ്. വിളക്കാചാരം കഴിഞ്ഞിട്ട് ദേവിയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ഊരാളന്മാരുടെ വീട്ടിലേക്ക് പോയി പറയുന്ന ഇറക്കി പൂജയൊക്കെ ഉണ്ട്. ഇതെല്ലാം തോന്നാൻ ഇത് കഴിഞ്ഞ് ഇനി കല്യാണത്തിനാണ് പുറത്തേക്ക് ദേവി എഴുന്നള്ളിക്കണം. വലിയ വിളക്കിന്റെ പള്ളിവേട്ട കല്യാണം എന്നാണ് സങ്കല്പം. നമ്മുടെ അടുത്തുള്ള മാരാപ്പറമ്പിൽ തേവരെ ആണ് ദേവി ഒരുപാട് സ്നേഹിച്ചിരിക്കുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഉള്ളതും. അപ്പൊ അന്നേ ദിവസമാണ് പിന്നെ തെടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. അത് മറ്റൊരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇന്ന് സാധിക്കുന്നവരൊക്കെ വരിക, തൊഴ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.